റിപ്പോർട്ട് ഇലക്ഷൻ എക്സ്പ്രസ് ബ്രേക്കിംഗ്. പയ്യന്നൂരിൽ കോൺഗ്രസിന് ആശ്വാസം. നേതൃത്വത്തിന് വഴങ്ങി പ്രാദേശിക ഘടകം. മണ്ഡലത്തിൽ കോൺഗ്രസിൽ നിന്ന് വിമത സ്ഥാനാർത്ഥി ഉണ്ടാകില്ല. വി കുഞ്ഞികൃഷ്ണന് പിന്തുണ നൽകാൻ UDF നിയോജക മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. ചൊവ്വാഴ്ച UDF പയ്യന്നൂർ നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിക്കും. പത്രിക നൽകുന്നതിന് മുൻപ് UDF യോഗങ്ങളിൽ വി കുഞ്ഞികൃഷ്ണൻ എത്തും. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായുണ്ട്. അഭിജിത്ത്, രണ്ടു തീരുമാനങ്ങളും രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. കുഞ്ഞികൃഷ്ണൻ ഇതിനു മുൻപ് കൺവെൻഷനിൽ പങ്കെടുക്കാതിരുന്നത് CPM-ന്റെ വോട്ട് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതേ സമയത്ത് തന്നെ അങ്ങനെ കുഞ്ഞികൃഷ്ണന് പിന്തുണ നൽകേണ്ട സാഹചര്യമില്ല എന്ന് പ്രാദേശിക നേതൃത്വവും നിലപാടെടുത്തു. മഞ്ഞുരുക്കമുണ്ടായിരിക്കുന്നു. അതെ മാധു, അങ്ങനെ തന്നെയാണ്. ഒരു മഞ്ഞുരുക്കം ഉണ്ടായിരിക്കുന്നു. ഇന്ന് UDF-ന്റെ പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പ്രാദേശിക ഘടകം എത്തുന്നത്. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു അനുനയത്തിനുള്ള ശ്രമമൊക്കെ DCC-യുടെ ഭാഗത്ത് നിന്ന്, കണ്ണൂർ DCC-യുടെ ഭാഗത്തു നിന്നൊക്കെ പുരോഗമിക്കുകയായിരുന്നു. പക്ഷെ വഴങ്ങാൻ പ്രാദേശിക നേതൃത്വം, പ്രാദേശിക ഘടകമൊന്നും തയ്യാറായിരുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം വി കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതിന് പിന്നാലെ തന്നെ UDF പിന്തുണ പ്രഖ്യാപിക്കുന്നു. പയ്യന്നൂർ പോലെ ഏറെ പാരമ്പര്യമുള്ള ഒരു സ്ഥലത്ത് കോൺഗ്രസിന് സീറ്റ് ഇല്ലാതാവുന്നു. പകരം അവിടെ RSPക്കാണ് സീറ്റ് കൊടുക്കുന്നത്. ഇതാണ് പ്രാദേശിക ഘടകത്തെ, പ്രാദേശിക നേതൃത്വത്തെയും പ്രവർത്തകരെയും ഒക്കെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചത്. അതോടുകൂടിയാണ് അവർ വി കുഞ്ഞികൃഷ്ണനെ തങ്ങൾ പിന്തുണയ്ക്കില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിയത്. ഒരുപക്ഷെ അവിടെ ഒരു വിമത സ്ഥാനാർത്ഥി പോലും ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിൽ യൂത്ത് കോൺഗ്രസ് നേതാവായ ഫർസീൻ മജീദ് ഉൾപ്പെടെ താൻ സ്ഥാനാർത്ഥിയാകും എന്ന നിലയിലേക്കുള്ള ഒരു നീക്കങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് വലിയ ഒരു ശ്രമം അത് UDF-ന്റെ ഭാഗത്തുനിന്ന്, ജില്ലാ DCC-യുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായത്. ഇതിൽ പ്രാദേശിക നേതൃത്വം ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാധു, വി കുഞ്ഞികൃഷ്ണൻ അവിടെയുള്ള നേതൃത്വവുമായി അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വവുമായി UDF നേതൃത്വവുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ വഴിക്ക് പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ്. യാതൊരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും നടക്കുന്നില്ല എന്നുള്ളതായിരുന്നു മറ്റൊരു പരാതി. ഏതായാലും ഇക്കാര്യങ്ങളിലൊക്കെ ഒരു സമവായം ഉണ്ടായിരിക്കുന്നു. വി കുഞ്ഞികൃഷ്ണൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ UDF-ന്റെ യോഗങ്ങളിലേക്ക് എത്തും. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ചയാണ് പയ്യന്നൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ ചേരുക. ഈ കൺവെൻഷനിലേക്കും എല്ലാവരും എത്തി അങ്ങനെ ഒരു അനുരഞ്ജനത്തിന്റെ പാതയിലേക്ക്, സമവായത്തിന്റെ പാതയിലേക്ക് എത്തുകയാണ്. നേരത്തെ തളിപ്പറമ്പിലും പയ്യന്നൂരിലുമാണ് ഈ രീതിയിലുള്ള ആശങ്ക കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടായത്, UDF-നെ സംബന്ധിച്ചുണ്ടായത്. കാരണം ഈ രണ്ടിടത്തും CPM-ൽ നിന്ന് പുറത്തു വന്ന ആളുകളെയാണ് UDF പിന്തുണയ്ക്കുന്നത്. അതാണ് വലിയ എതിർപ്പ് ഉയർത്തുകയും ചെയ്തത്. തളിപ്പറമ്പിൽ ഇന്ന് നമ്മൾ കണ്ടു, അവിടെ KPCC അംഗം തന്നെ ഒരു സ്ഥാനാർത്ഥി, വിമത സ്ഥാനാർത്ഥിയായി രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഏതായാലും പയ്യന്നൂരിൽ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ പ്രാദേശിക ഘടകങ്ങൾ കടക്കുന്നില്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസമാണ്. എന്തായാലും പയ്യന്നൂരിൽ വിമത ഭീഷണി ഒഴിയുകയാണ്. UDF-ൽ വി കുഞ്ഞികൃഷ്ണന് പിന്തുണ നൽകാനുള്ള UDF-ന്റെ തീരുമാനത്തെ പ്രാദേശിക ഘടകങ്ങൾ കൂടി അംഗീകരിക്കുന്നു.